നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർ ലോക്സഭാ അംഗമാണ്. അവർ ലോക്സഭാ അംഗമായതിനു ശേഷം BJP നേതൃത്വത്തിൻ്റെ വെപ്രാളം, അവരുടെ പരവേശം അതൊന്ന് വേറെ തന്നെയാണ്. നേരത്തെയൊക്കെ രാഹുൽ ഗാന്ധി എതിർത്തിരുന്നവർ അതിനേക്കാൾ ശക്തമായി പ്രിയങ്ക ഗാന്ധി എതിർക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ബോഡി ലാംഗ്വേജ് തന്നെ ഇന്ദിരാഗാന്ധിക്ക് സമാനമായ രീതിയാണ്. അതുമാത്രമല്ല, സ്വഭാവവും ഏറെക്കുറെ അതേ രീതിയാണ് എന്ന് മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കുകയാണ്. വയനാട് എന്ന ലോക്സഭാ സീറ്റിനെയാണ് അവർ പ്രതികരിക്കുന്നത്. കേരളത്തിലുള്ള ആ സീറ്റിൽ അവിടെ വലിയൊരു സംഭവ വികാസം, അവിടുത്തെ ചുരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠനം വ്യക്തമാക്കി കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്ത് നഷ്ടപരിഹാരം നേടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് വൈകിപ്പിച്ചതിൻ്റെ പിന്നിലെ ബുദ്ധി, കുശാഗ്ര ബുദ്ധി എന്താണ് എന്നുള്ളതും കൂടി പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുകയാണ്. കേരളത്തിലെ ഇടതു സർക്കാരും BJPയും ചേർന്നുകൊണ്ടുള്ള ഒത്തുകളി എത്രമാത്രം ആപത്കരമാണ് എന്നുള്ളതും പ്രിയങ്ക ഇതിനോടകം തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കേവലം ഒരു പ്രചരണ ചുമതല ഉണ്ടായിരുന്ന കോൺഗ്രസിലെ നേതൃപദവിയിലുള്ള ഒരു അംഗം എന്നതൊഴിച്ചാൽ ലോക്സഭയിൽ മത്സരിച്ച് ജയിക്കുന്നവരെ പ്രിയങ്കയ്ക്ക് കോൺഗ്രസിനകത്ത് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നിലവിൽ അവർ പല സംസ്ഥാനങ്ങളിലും പ്രചരണങ്ങളിലേക്ക് പോകുമ്പോൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ അവരുടെ പ്രസംഗം കേൾക്കാനും അവരോട് നേരിട്ട് സംവദിക്കാനുമുള്ള ആഗ്രഹവുമായി ജനലക്ഷങ്ങൾ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ മനോഹരമായൊരു പ്രസംഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അദ്ദേഹം വയനാട് മണ്ഡലം ഒഴിഞ്ഞപ്പോൾ അതിവൈകാരികമായി നടത്തിയ ഒരു പ്രസംഗവും അതിനുശേഷം തൻ്റെ സഹോദരിക്ക് ആ മണ്ഡലം മത്സരിക്കാൻ ഒരുക്കി കൊടുക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത ചില കരുതലും ഉപദേശവും ഒക്കെ വീണ്ടും വീണ്ടും അത് ജനങ്ങളിലേക്ക് കൃത്യമായി ഒരു ഇമ്പാക്റ്റോടുകൂടി കൊണ്ടുവരാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയും രാഹുലും ലോക്സഭയിൽ ഉള്ളത് തന്നെയാണ് സ്പീക്കർ ഓം ബിർളയ്ക്ക് സഭ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയും വലിയ പ്രതിപക്ഷത്തിൻ്റെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുന്നത് എന്നത് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം സഭയിൽ സ്പീക്കറുടെ നടപടികളെ എതിർക്കുന്നതും സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതും പ്രതിപക്ഷം ഇന്നേ വരെ കാണിച്ചിട്ടില്ലാത്ത അസാമാന്യ ധൈര്യത്തിൻ്റെ ഒരു ശക്തമായ സന്ദേശം കൂടിയായി ഇതിനെ കണക്കാക്കാൻ കഴിയും. ചെറുത്തുനിൽപ്പ് മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ മുന്നേറ്റം പല സഭാ ദിവസങ്ങളിലും സഭാ സമ്മേളന ദിവസങ്ങളിലും കാണാൻ കഴിയുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. പ്രിയങ്കയ്ക്ക് പ്രധാനപ്പെട്ട 2 റോള് എന്ന് പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളെ ഏകീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും അതിനോടൊപ്പം തന്നെ കൃത്യമായി MLA-മാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കാൻ അതൊരു ലോങ് ടേം പ്ലാനായി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശവുമാണ്.